Dear students, welcome to the class of Basics of Civil and Mechanical Engineering. In this class, we will discuss the topics Air and Exhaust Gas System for SI Engine, Fuel System for SI Engine, Fuel System for CI Engine, Cooling System of IC Engines, Lubrication System of IC Engines. First one, Air and Exhaust Gas System for SI Engine. ഇവിടെ ഒരു കാർബറേറ്റഡ് എഞ്ചിൻ്റെ കേസാണ് പറയുന്നത്. എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകുന്നില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇത് എയർ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്? എയർ ഫിൽറ്റർ, കാർബറേറ്റർ, അതേപോലെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്ത് എന്തുണ്ട്? ബേണിങ് നടക്കുന്നുണ്ട്. അതിനുശേഷം ആ ബേൺഡ് പ്രൊഡക്റ്റ് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നു. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഓക്കെ, എഞ്ചിൻ സിലിണ്ടറിന് മുമ്പേ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? Air filter and carburetor. The air system for petrol engine essentially consists of air filter and carburetor. For burning of fuel, oxygen is required and the oxygen is obtained from atmospheric air. നമുക്ക് ഫ്യൂവൽ ബേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. ഓക്കെ, ഇപ്പം പെട്രോൾ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ഫ്യൂവലാണ്. അതിൻ്റെ ബേണിംഗ് അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഹൈഡ്രോ കാർബൺ ഫ്യൂവലിലെ ഹൈഡ്രജനും കാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബേണിങ്ങിൽ ആക്ച്വലി സംഭവിക്കുന്നത് ആ സമയത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ബേസിക്കലി കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ പെട്രോൾ ബേൺ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് എയർ എന്നാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് എയറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് പെട്രോളിനെ ബേൺ ചെയ്യിക്കുന്നത്. ഓക്കെ, ആ എയർ അറ്റ്മോസ്ഫിയറിക് എയർ ഫിൽറ്ററിലൂടെ പാസ് ചെയ്തിട്ട് എവിടെ തൊട്ടെത്തും? കാർബറേറ്ററിലോട്ടെത്തും. ഈ എയർ ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫിൽറ്റർ നോർമലി യൂസ് ചെയ്യുന്നത് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറ്റ്മോസ്ഫിയറിക് എയറിൽ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അതിനൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ക്ലീൻ എയറാണ് കാർബറേറ്ററിലോട്ട് കൊടുക്കുന്നത്. എയർ ആഫ്റ്റർ ക്ലീനിങ് ഇൻ ദ എയർ ഫിൽറ്റർ ഈസ് മിക്സ്ഡ് വിത്ത് ഫ്യൂവൽ ഇൻ ദ കറക്റ്റ് റേഷ്യോ യൂസിങ് എ കാർബറേറ്റർ. കാർബറേറ്ററിൽ എന്താണ് ചെയ്യുന്നത്? എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യിക്കുകയാണ്. കാർബറേറ്ററിലോട്ട് ഫ്യൂവൽ എൻട്രി ഉണ്ടാവും, അതേപോലെ എയർ എൻട്രി ഉണ്ട്. അതിനെ അവിടെ നിന്ന് മിക്സ് ചെയ്യിക്കുകയാണ്. നമുക്ക് റെക്വേർഡ് പ്രൊപ്പോർഷനിൽ കാർബറേറ്ററിൽ അതിനെ മിക്സ് ചെയ്യിക്കും. ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ദ എയർ ഫ്യൂൽ റേഷ്യോ മസ്റ്റ് ബി അബൌട്ട് 15:1 by weight. The carburetor provides the air fuel mixture in the required ratio as per the engine requirement. അതായത് ഇപ്പം 1 കിലോഗ്രാം പെട്രോൾ ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 15 കിലോഗ്രാം ഓഫ് എയർ വേണം. കംപ്ലീറ്റ്ലി ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വേണ്ടുന്ന ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഓക്കെ, 1 കിലോഗ്രാം പെട്രോൾ ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 15 കിലോഗ്രാം ഓഫ് എയർ. അതിനെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയും. ഓക്കെ, കെമിക്കലി കറക്റ്റ്. ആ നമ്മൾ എടുത്തിരിക്കുന്ന പെട്രോളിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യിക്കാൻ കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എയർ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് കമ്പസ്റ്റിന് വേണ്ടുന്ന റേഷ്യോ, എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് 15:1 by weight. പക്ഷേ ഇപ്പം എൻജിൻ റൺ ചെയ്യിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ 15:1 റേഷ്യോയിലായിരിക്കില്ല നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നത്. ചിലപ്പം ആക്സിലറേറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഐഡ്ലിംഗ് കണ്ടീഷൻ ഉണ്ടാവും, എക്കണോമി റേഞ്ച് ഉണ്ടാവും. ഈ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് റേഷ്യോയിലെ എയർ ഫ്യൂൽ മിക്സ്ചറാണ് എൻജിൻ്റെ അകത്തോട്ട് വേണ്ടുന്നത്. ഓക്കെ, ആ വേണ്ടുന്ന റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആരാണ്? കാർബറേറ്ററാണ്. ഓക്കെ, അതാണ് പറഞ്ഞതിൻ്റെ മീനിങ്. This air fuel mixture is supplied to the engine cylinder through the intake manifold. A throttle valve is used to regulate the supply of air fuel mixture into the engine cylinder. അപ്പോൾ കാർബറേറ്ററിൽ നമുക്ക് റിക്വേർഡ് പ്രൊപ്പോർഷനിലുള്ള എയർ ഫ്യൂൽ മിക്സറായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, ഏത് കണ്ടീഷനിലാണോ എഞ്ചിൻ്റെ ഏത് കണ്ടീഷനാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കാർബറേറ്ററിൽ എയർ ഫ്യൂൽ മിക്സർ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം കാർബറേറ്ററിന് എഞ്ചിൻ സിലിണ്ടറിലോട്ട് പോകുന്നത് ത്രൂ ഇൻലെറ്റ് മാനിഫോൾഡാണ്. ഓക്കെ, ആ ഇൻലെറ്റ് മാനിഫോൾഡിൽ എന്തുണ്ട്? ഒരു ത്രോട്ടിൽ വാൾവ് ഉണ്ട്. വാൾവ് എന്തിനായിരിക്കും? ഇതിൻ്റെ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എയർ ഫ്യൂൽ മിക്സറിൻ്റെ എഞ്ചിനിലോട്ടുള്ള ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഒരു ത്രോട്ടിൽ വാൾവ് അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് ഇൻലെറ്റ് വാൾവ് വഴി എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ചെയ്യും. ഇൻസൈഡ് ദ സിലിണ്ടർ ദ എയർ ഫ്യൂൽ മിക്സർ ഈസ് ബേൺഡ് ആൻഡ് തെർമൽ എനർജി ഈസ് റിലീസ്ഡ്. ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ആഫ്റ്റർ എക്സ്പാൻഡിങ് ഈസ് ഡിസ്ചാർജ് ടു ദി അറ്റ്മോസ്ഫിയർ ത്രൂ എക്സോസ്റ്റ് മാനിഫോൾഡ്. ബാക്കി എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്ത് എന്തുണ്ടാവും? ബേണിങ് നടക്കുന്നുണ്ടാവും. ഓക്കെ, ബേണിങ് നടത്തിയിട്ട് അവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനുശേഷം എന്താണ്? എക്സോസ്റ്റ് സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൾവ് വഴി ആ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ എവിടെ എൻ്റർ ചെയ്യും? എക്സോസ്റ്റ് മാനിഫോൾഡിൽ എൻ്റർ ചെയ്യും.
അതിനുശേഷം അത് നേരെ എങ്ങോട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്? അറ്റ്മോസ്ഫിയറിലോട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. ഓക്കെ. ജനറലി എമിഷൻ കൺട്രോൾ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ടു reduce the pollutant emission from the engine. A silencer is used to reduce noise. ഈ എൻജിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി വരുന്ന ആ ബേൺഡ് പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യൂല. അതൊരു എമിഷൻ കൺട്രോൾ ഡിവൈസിലൂടെ പാസ് ചെയ്യിക്കും. ഇവിടെ ഞാൻ എമിഷൻ കൺട്രോൾ ഡിവൈസ് ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ബേസിക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. നല്ലൊന്ന് അറിഞ്ഞിരിക്കണം. എമിഷൻ കൺട്രോൾ ഡിവൈസ് അതെന്തിനായിരിക്കും? ഇപ്പം ആ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റനിൽ സം അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവുക, അതേപോലെ കാർബൺ മോണോക്സൈഡ്സ് ഉണ്ടാവുക, അതേപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻസ് ഉണ്ടാവുക. ഇതൊക്കെ അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റ് ചെയ്താൽ അത് ഹ്യൂമൻസിന് എന്താണ്? ഹാംഫുള്ളാണ്. അതുകൊണ്ട് അതിനെ കണ്ടീഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലെ എമിഷൻ മാത്രമേ എഞ്ചിനിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. അതിനാണ് എമിഷൻ കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. കാറ്റാലിറ്റിക് കൺവേർട്ടേഴ്സ് ഒക്കെ പോലെയുള്ള എമിഷൻ കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സൈലൻസർ, നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ഈ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ അറ്റ്മോസ്ഫിയറിലൂടെ റിലീസ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് എയർ ആൻഡ് എക്സോസ്റ്റ് ഗ്യാസ് സിസ്റ്റം ഓഫ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്യൂവൽ സിസ്റ്റം ഫോർ SI എഞ്ചിൻ. SI എഞ്ചിലെ ഫ്യൂവൽ സിസ്റ്റം, അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ദ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഫോർ എ പെട്രോൾ എഞ്ചിൻ കൺസിസ്റ്റ് ഓഫ് ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്ക്, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽട്ടർ, carburetor, then inlet manifold from where the fuel air mixture enters the engine cylinder through the inlet valve. A fuel pump is used to force the fuel in the storage tank to the carburetor. A fuel filter is used to remove any impurities present in the fuel. ആദ്യം ഫ്യൂവൽ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? സ്റ്റോറേജ് ടാങ്കിലാണ് ഉണ്ടാവുക. ഓക്കെ. അവിടെ നിന്ന് എന്ത് വേണം? കാർബറേറ്ററിലോട്ട് ഫ്യൂവൽ എത്തിക്കണം. ഇവിടെ നിന്നാണ് എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്യിക്കുന്നത്. ഓക്കെ. ഈ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് കാർബറേറ്ററിന് ഓവർ ഹെഡ് ആണെങ്കിൽ, കാർബറേറ്ററിൻ്റെ ലെവലിനെക്കാട്ടി മുകളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി തന്നെ അത് കാർബറേറ്ററിലോട്ട് വരും. ഇൻ കേസ് ഈ സ്റ്റോറേജ് ടാങ്ക് കാർബറേറ്ററിൻ്റെ ലെവലിനെക്കാട്ടിയും ലോവർ ലെവലിലാണ് ഉള്ളതെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അതിന് ബൈ നാച്ചുറലി അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഗ്രാവിറ്റി അഗെയിൻസ്റ്റ് ആണ്. ആ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് ലിക്വിഡിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ നമുക്ക് പമ്പ് യൂസ് ചെയ്യേണ്ടി വരും. അതിനാണ് ഫ്യൂവൽ പമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഫ്യൂവൽ ഫിൽട്ടർ എന്തിനാണ്? ഫ്യൂവലിലെ പെട്രോളിലെ ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. ഓക്കെ. ആ ഇമ്പ്യൂരിറ്റീസ് അടക്കം കാർബറേറ്ററിലും എഞ്ചിനിലോട്ടോ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനിങ്ങിന് അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂവൽ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി കാർബറേഷൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാർബറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കമ്പസ്റ്റിബിൾ മിക്സ്ചർ ബൈ മിക്സിംഗ് പ്രോപ്പർ എമൗണ്ട് ഓഫ് ഫ്യൂവൽ വിത്ത് എയർ ബിഫോർ അഡ്മിഷൻ ഇൻ ടു ദി സിലിണ്ടർ. കാർബറേഷൻ എന്ന് വെച്ചാൽ എയർ ഫ്യൂവൽ മിക്സ്ചർ, നമുക്ക് കമ്പസ്റ്റിബിൾ മിക്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് കാർബറേഷൻ. ഓക്കെ. അതിന് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കാർബറേറ്റർ. ദ ഡിവൈസ് വിച്ച് അറ്റോമൈസ് ആൻഡ് വേപ്പറൈസ് ദ ഫ്യൂവൽ ആൻഡ് മിക്സസ് ഇറ്റ് വിത്ത് എയർ ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ ആസ് ഡിമാൻഡഡ് ബൈ ദ എഞ്ചിൻ ഈസ് കോൾഡ് കാർബറേറ്റർ. എഞ്ചിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. ദ എയർ ഫ്യൂൽ മിക്സ്ചർ പ്രിപ്പയർഡ് ബൈ ദ കാർബറേറ്റർ ഈസ് ദെൻ സപ്ലൈഡ് ടു ദ എഞ്ചിൻ സിലിണ്ടർ ത്രൂ ദി ഇൻലെറ്റ് വാൾവ്. ഓക്കെ. കാർബറേറ്റർ നേരെ മാനിഫോൾഡ്, ഇൻടേക്ക് മാനിഫോൾഡ് വഴി അവിടെ എന്തുണ്ടാവും? ത്രോട്ടിൽ വാൾവ് ഉണ്ടാവും. എഞ്ചിനിലോട്ട് എൻ്റർ ചെയ്യുന്നത് ത്രൂ ഇൻലെറ്റ് വാൾവാണ്. എ ത്രോട്ടിൽ വാൾവ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദി സപ്ലൈ ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻ ടു ദ എഞ്ചിൻ സിലിണ്ടർ. ഓക്കെ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ത്രോട്ടിൽ വാൾവ്, കാർബറേറ്റർ കഴിഞ്ഞിട്ട് ഇൻലെറ്റ് വാൾവിനിടക്ക് ഇൻടേക്ക് മാനിഫോൾഡ്, ഇവിടെ എന്തുണ്ട്? ത്രോട്ടിൽ വാൾവ് ഉണ്ട്. ഓക്കെ. ഈ വാൾവ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് എന്താണ്? ഇവിടത്തോട്ട് സപ്ലൈ കംപ്ലീറ്റ് ഫുള്ളി ക്ലോസ്ഡ് സപ്ലൈ ഉണ്ടാവില്ല. നമുക്ക് എന്താണ്? ഫുള്ളി ഓപ്പൺ ആണെങ്കിൽ കൂടുതൽ ചാർജ്, മാക്സിമം ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഞ്ചിൻ്റെ അകത്തോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ചാർജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോട്ടിൽ വാൾവ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫ്യൂവൽ സിസ്റ്റം ഫോർ CI എഞ്ചിൻ. CI എഞ്ചിൻ്റെ വർക്കിംഗ് അറിയാം. CI എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്യൂവൽ ഡയറക്റ്റായിട്ട് എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. സക്ഷൻ സ്ട്രോക്കിൽ എയർ മാത്രമേ സക്ക് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അതിനെ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലോട്ട് കംപ്രസ് ചെയ്ത് കംപ്രഷൻ സ്ട്രോക്ക് തീരാനാവുന്ന സമയത്ത് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. CI എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ കമ്പോണൻസ് നോക്കാം. The fuel supply system for a diesel engine consists of fuel storage tank,
coarse filter, then low pressure pump or plunger pump, then fine filter, then high pressure pump or injection pump, then fuel injector, then engine, then the fuel will be injected into the engine cylinder. The fuel system in diesel engine is intended to supply highly atomized fine droplets of fuel into the engine cylinder. ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആ കംപ്രസ്ഡ് എയറിലോട്ടാണ് ഡീസൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡീസൽ ഹെവി ഫ്യൂവലാണ്, വിസ്കസ് ഫ്യൂവലാണ്. അതിന് അത്രയും ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താലേ പ്രോപ്പർ ബേണിങ് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ എമിഷനിൽ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് കൂടുതലായിരിക്കും. ഓക്കെ, the fuel from the fuel tank first enters coarse filter, from which it is drawn into the plunger feed pump where the pressure is raised very slightly. ഇനീഷ്യലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്കിലാണ്. അവിടെ നിന്ന് ആര് സക്ക് ചെയ്യും? ലോ പ്രഷർ പമ്പ് അല്ലെങ്കിൽ പ്ലഞ്ചർ ഫീഡ് പമ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് അതിനെ ഫോഴ്സ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് കോഴ്സ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫിൽറ്റർ അതിലെ ഇമ്പ്യൂരിറ്റീസ്, കോഴ്സ് ഫിൽറ്റർ കുറച്ച് ലാർജ് സൈസിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോ പ്രഷർ പമ്പ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്കിലെ ഫ്യൂവലിൻ്റെ പ്രഷർ സ്ലൈറ്റ്ലി റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഹൈ പ്രഷർ പമ്പിലോട്ട് ഫ്യൂവലിന് എത്തിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. Then the fuel enters fine filter where all the dust and dirt particles are removed. ലോ പ്രഷർ പമ്പിന് ശേഷം ഫ്യൂൽ എങ്ങോട്ടാണ് പോകുന്നത്? ഫൈൻ ഫിൽറ്റർ. അവിടെ നിന്നുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും, ചെറിയ മൈക്രോ സൈസിൽ വരുന്ന എല്ലാ ഇമ്പ്യൂരിറ്റീസും ഫൈൻ ഫിൽറ്റർ റിമൂവ് ചെയ്ത് കളയും. അതിന് ശേഷമാണ് ഹൈ പ്രഷർ പമ്പിൽ എത്തുന്നത്. ഓക്കെ, ഫ്രം ദ ഫൈൻ ഫിൽറ്റർ ദ ഫ്യൂൽ enters the high pressure fuel pump where it is pressurized to about 200 bar and injected into the engine cylinder as fine spray by means of fuel injector. ഈ ഹൈ പ്രഷർ പമ്പ് എന്ത് ചെയ്യും? ഇതിൻ്റെ പ്രഷർ, ഡീസലിൻ്റെ പ്രഷർ വെരി ഹൈ പ്രഷറിലോട്ട് റൈസ് ചെയ്യും. മീൻസ് അറൗണ്ട് 200 ബാറിലോട്ട് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഹൈ പ്രഷർ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രഷർ റൈസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ പ്രഷർ പമ്പിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഫ്യൂവൽ ഇഞ്ചെക്ടർ. ആ ഹൈ പ്രഷർ ഡീസൽ നേരെ ഫ്യൂവൽ ഇഞ്ചെക്ടറിലോട്ട് കൊടുക്കും. അതിന് വളരെ ചെറിയ സൈസിൽ നോസിൽസ് ഉണ്ടാവും. ഓക്കെ, അതുവഴി നേരെ എൻജിൻ സിലിണ്ടറിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അടുത്തത് കൂളിംഗ് സിസ്റ്റം ഓഫ് IC എൻജിൻസ്. ഓക്കെ, കൂളിംഗ് സിസ്റ്റം. എന്തിനാണ് കൂളിംഗ്? എൻജിൻ എന്തിനാണ് കൂൾ ചെയ്യേണ്ടത്? അതാദ്യം നോക്കാം. നീഡ് ഫോർ കൂളിംഗ് സിസ്റ്റം. The engine components such as cylinder wall, cylinder head, piston and valve absorb a considerable amount of heat that is liberated during the combustion of fuel in the engine cylinder. നമുക്കറിയാം, എൻജിൻ സിലിണ്ടറിൻ്റെ അതെല്ലാം കമ്പസ്റ്റൻ ചേമ്പറിൽ എന്തുണ്ട്? ഫ്യൂവൽ ബേൺ ചെയ്യുന്നുണ്ട്. ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ കെമിക്കൽ എനർജീനെ തെർമൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പോർഷനാണ് നമുക്ക് യൂസ്ഫുൾ വർക്കാക്കി എടുക്കുന്നത്. ഓക്കെ, ആ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പോണൻസ് സിലിണ്ടർ ഹെഡ്, അതുപോലെ സിലിണ്ടർ വാള്, പിസ്റ്റൺ, വാൾവ്, ഇതൊക്കെ ഒരുപാട് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഈ കമ്പോണൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ എൻജിൻ പാർട്ട് ഈസ് നോട്ട് റിമൂവ്ഡ് വെൽ ഇറ്റ് വിൽ കോസ് എക്സസീവ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി പാർട്ട്. ഓക്കെ, ഇത് ഈ ഡിഫറെൻറ്റ് കമ്പോണൻസ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ വല്ലാണ്ട് ഇൻക്രീസ് ചെയ്താലോ ആ എഞ്ചിൻ്റെ ഫങ്ഷനിങ്ങിനെ അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ദ പിസ്റ്റൺ വിൽ എക്സ്പാൻഡ് ആൻഡ് ഇറ്റ് വിൽ സീസ് വിത്ത് സിലിണ്ടർ വാൾ. പിസ്റ്റൻ്റെ ഒക്കെ ടെമ്പറേച്ചർ ഒരു പരിധി വിട്ട് കൂടുന്ന സമയത്ത് തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യും. തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് പിന്നെ പിസ്റ്റൺ സീസ് ചെയ്യും. മീൻസ് അതിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതേപോലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മേ ഡീകമ്പോസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഗിവിങ് റൈസ് ടു ഗമ്മി ആൻഡ് കാർബൺ ഡെപ്പോസിറ്റ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അത് വെരി ഹൈ ടെമ്പറേച്ചറിൽ കൊടുക്കുന്ന ഓയിൽ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്തിട്ട് കാർബൺ ഡെപ്പോസിറ്റ്, എഞ്ചിൻ്റെ അകത്ത് കാർബൺ ഡെപ്പോസിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ എഞ്ചിൻ്റെ ഫങ്ഷനിങ്ങിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പം സ്പാർക്ക് പ്ലഗ് ഒക്കെ ആണെങ്കിൽ അത് ഓവർ ഹീറ്റ് ചെയ്താൽ അത് പ്രീ ഇഗ്നീഷ്യന് കാരണമാവും. ഓക്കെ, ഇപ്പം SI എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അത് ഓവർ ഹീറ്റ് ചെയ്താൽ പ്രീ ഇഗ്നീഷ്യൻ, അതായത് സ്പാർക്ക് കൊടുക്കുന്നതിന് മുമ്പേ
ഹോട്ട്സ്പോട്ട് തന്നെ നമ്മളെ ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഫിനോമിന, അതാണ് പ്രീ ഇഗ്നീഷൻ എന്ന് പറയുന്നത്. അതൊക്കെ അഡ്വേഴ്സ് ആണ്, എഞ്ചിൻ്റെ വർക്കിന് അഡ്വേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. എഞ്ചിൻ പാർട്ട് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് സം മീൻസ് ഓഫ് കൂളിംഗ് സോ ദാറ്റ് ടെമ്പറേച്ചർ ഓഫ് ദീസ് പാർട്ട് ഡു നോട്ട് എക്സീഡ് സർട്ടൈൻ ലിമിറ്റ്. അതായത് ഇവിടെയുള്ള ഹീറ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ എന്തിനാണ് അത് സെർട്ടൈൻ ഈ എഞ്ചിൻ്റെ പാർട്സിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഒരു ലിമിറ്റ് വിട്ട് കൂടാൻ വേണ്ടി പാടില്ല, അതിനാണ് ഹീറ്റ് റിമൂവ് ചെയ്യുന്നത്. The type of cooling system that commonly used are air cooling and liquid cooling. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എയർ കൂളിംഗ് ആൻഡ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്. ആദ്യം എയർ കൂളിംഗ് നോക്കാം. ഒക്കെ പരിചയമില്ലാന്ന് ഇപ്പം ബൈക്കിൻ്റെയൊക്കെ എൻജിൻസിൽ കാണുന്നതാണ് എയർ കൂളിംഗ് സിസ്റ്റം. The cooling method in which heat is directly dissipated into the air around the engine cylinder is called air cooling. It is used in motorcycle and small stationary engine. എയർ കൂളിംഗിൽ വെച്ചാൽ ഇവിടെ ജനറേറ്റ് അല്ലെങ്കിൽ കമ്പോണൻസ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അത് ഡയറക്റ്റായിട്ട് എങ്ങോട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിനെ സറൗണ്ട് ചെയ്യുന്ന എയർ ഉണ്ടാവും, അതിലോട്ട് ഡയറക്റ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നതിനാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോർമലി നമ്മുടെ മോട്ടോർ സൈക്കിൾ, ബൈക്കിൽ, അതേപോലെ സ്മോൾ സ്റ്റേഷനറി എൻജിൻസിലൊക്കെ എയർ കൂൾഡ് ആയിരിക്കും. അത് ഡയറക്റ്റായിട്ട് സറൗണ്ടിങ് എയറിലോട്ടായിരിക്കും ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന് പ്രോപ്പറായിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും, കൂളിംഗ് ഫിൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഹീറ്റ് ഈസ് ഡിസിപ്പേറ്റഡ് ഡയറക്ട്ലി ടു ദ എയർ ആഫ്റ്റർ ബീയിങ് കണ്ടക്റ്റഡ് ത്രൂ ദി സിലിണ്ടർ വാൾ. ഓക്കെ, ഇവിടെയാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യണം, ആ സിലിണ്ടർ വാളിലൂടെ കണ്ടക്ഷൻ, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അങ്ങ് ബേസിക്കലി അറിയുന്നുണ്ടാവും. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇപ്പം സോളിഡ് ബോഡി ആയതുകൊണ്ട് ഹീറ്റ് എന്ത് ചെയ്യും, ഈ ഇന്നർ സർഫസിൽ നിന്ന് ഇവിടത്തോട്ട് കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അതിനുശേഷം സറൗണ്ടിങ് ഫ്ലൂയിഡിലോട്ട് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും ബൈ കൺവെക്ഷൻ. Usually fins are provided on the outer surface of the cylinder and cylinder head to increase the area exposed to cooling air. ഇത് ഫിൻസ്, ഈ കാണുന്നതാണ് ഫിൻസ്. ബൈക്കിൻ്റെ എൻജിൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പ്രൊജക്ഷൻസ്, അതാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫിൻസ് എന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റെൻഡഡ് സർഫസസ് ആണ്. ഇത് നമ്മളെ ബേസ് സർഫസ്, അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഈ എക്സ്റ്റെൻഡഡ് സർഫസ് ആണ് ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാണുന്നത് ആ ഫിൻസ് എന്തിനാണ് കൊടുക്കുന്നത്, ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിക്കുന്ന സമയത്ത് അവിടുന്ന് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഈ ഒരു ബോഡിയിൽ നിന്ന് സറൗണ്ടിങ് ഏരിയയിലോട്ടുള്ള റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. നമുക്ക് കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടുന്നത്. ഓക്കെ, ആ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സർഫസ് കൊടുക്കുന്നത്. ഏരിയ ആണ് അവിടെ, ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഇൻ സം സ്റ്റേഷനറി എൻജിൻസ് എ ബ്ലോവർ ഈസ് ഫിറ്റഡ് വിച്ച് ത്രോ എയർ ഓൺ ദീസ് ഫിൻസ് ടു ഇൻക്രീസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. ഇപ്പം ഈ എഞ്ചിൻ ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന എഞ്ചിനാണ്. എഞ്ചിൻ സ്റ്റേഷനറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോവർ ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലൂടെ എയർ പാസ് ചെയ്യിക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു സം വെലോസിറ്റിയിൽ എയർ പാസ് ചെയ്യിക്കുന്നുണ്ടാവും. എന്തിനാണ്, ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റേഷനറി എൻജിൻസ് ആണെങ്കിൽ. ഇനി മൊബൈൽ എൻജിൻസ്, ഇപ്പോൾ ഓട്ടോമൊബൈൽസിലൊക്കെ ആണെങ്കിൽ, അത് ഇപ്പം ബൈക്കൊക്കെ ആണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഓക്കെ, ബൈക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവും, എയർ വെലോസിറ്റി അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇൻ ഓട്ടോമൊബൈൽസ് ദ ഫോർവേഡ് വെലോസിറ്റി ഓഫ് എഞ്ചിൻ ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് ദി എയർ വെലോസിറ്റി. ബൈക്കിലൊക്കെ സെപ്പറേറ്റ് ബ്ലോവറിൻ്റെ ആവശ്യമില്ല. ആ ബൈക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ട്, എയർ വെലോസിറ്റി എവിടെ അതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് കൂളിംഗ്, ബെറ്റർ കൂളിംഗ് നമുക്ക് പോസിബിൾ ആണ്. ദ അഡ്വാൻറ്റേജ് ഓഫ് എയർ കൂളിംഗ് ഇൻക്ലൂഡ്സ് സിംപ്ലിസിറ്റി, ലൈറ്റ്നസ്, ചീപ്നെസ് ആൻഡ് ആബ്സെൻസ് ഓഫ് വാട്ടർ ആൻഡ് സർക്കുലേഷൻ സിസ്റ്റം. The main disadvantage of this system is the non-uniformity in cooling and difficult to control cooling rate. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്, ഓക്കെ, കൂളിംഗ് റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം വാട്ടർ കൂളിങ്ങിലാണെങ്കിൽ നമുക്ക് കൂളിംഗ് റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എയർ കൂൾഡിലാണെങ്കിൽ അത് പറ്റുന്നില്ല. അതേപോലെ നോൺ യൂണിഫോം കൂളിംഗും ആയിരിക്കും. അടുത്തത് ലിക്വിഡ് കൂളിംഗ്. In liquid cooling, water is generally used as cooling medium. Water is circulated through passages around the main components of the engine which are getting heated. These passages are called water jacket. ഇപ്പോൾ ലിക്വിഡ് കൂളിങ്ങിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. ഓയിൽ കൂൾഡ് എൻജിൻസും ഉണ്ട്, മെയിൻലി യൂസ് ചെയ്യുന്ന വാട്ടറാണ്. വാട്ടറിൻ്റെ പിന്നെ സം അഡിറ്റീവ്സും ഉണ്ടാവും. ഓക്കെ, വാട്ടർ എന്ത് ചെയ്യും, ഈ എൻജിന് അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യുന്ന കമ്പോണൻസിന് എറൗണ്ടായിട്ട് പാത്ത് ഉണ്ടാവും, വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള പാത്ത് ഉണ്ടാവും. ആ പാത്തിനാണ് വാട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാട്ടർ ജാക്കറ്റിലൂടെ വാട്ടർ പാസ് ചെയ്യുന്ന സമയത്ത് ആ എൻജിനിൽ നിന്ന് ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ
ആ വാട്ടർ വേറെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ആ വാട്ടറിനെ എന്ത് ചെയ്യണം, കൂൾ ചെയ്യേണ്ടി വരും. ഓക്കെ, കൂൾ ചെയ്തിട്ട് വീണ്ടും എഞ്ചിനിലോട്ട് സർക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ ബേസിക്കലി ചെയ്യുന്നത്. ഇവിടെ ഒരു കൂളിംഗ് മീഡിയം വരുന്നുണ്ട്. അല്ലെങ്കിൽ എയർ കൂൾഡ് ലാങ് എഞ്ചിൻ ഡയറക്റ്റായിട്ട് എങ്ങോട്ടാണ് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, സറൗണ്ടിങ് എയറിലോട്ടാണ്. ഇവിടെ എഞ്ചിൻ ഡയറക്റ്റായിട്ട് ഈ കൂളിംഗ് മീഡിയത്തിലോട്ട് കൊടുക്കും. ആ കൂളിംഗ് മീഡിയം സം ലൊക്കേഷനിൽ വന്നിട്ട് സറൗണ്ടിങ് എയറിലോട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ഇതാണ് ബേസിക്കലി നടക്കുന്നത്. ഇവിടെ നമ്മൾ റേഡിയേറ്റർ കാണിച്ചിട്ടുണ്ട്. ലിക്വിഡ് കൂളിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം റേഡിയേറ്റർ. ഇപ്പോൾ കാറിലൊക്കെ റേഡിയേറ്റർ ഉണ്ട്, നമുക്ക് അറിയുന്നുണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദ അപ്പർ ടാങ്ക് ഓഫ് ദ റേഡിയേറ്റർ ഈസ് കണക്റ്റഡ് ടു വാട്ടർ ഔട്ട്ലെറ്റ് ഫ്രം ദ എഞ്ചിൻ ജാക്കറ്റ് ത്രൂ എ ഹോസ്. അപ്പർ ടാങ്ക് ഉണ്ട്, ഇതിന് ലോവർ ടാങ്ക് ഉണ്ട്. ഇതിൽ അപ്പർ ടാങ്ക് ആരായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ഇപ്പം എഞ്ചിനാണിത്. ഓക്കെ, അതിന് സറൗണ്ട് ആയിട്ട് വാട്ടർ ജാക്കറ്റ് ഉണ്ട്. വാട്ടർ ജാക്കറ്റിൽ ഒരു പോയിന്റിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ടാവും, പിന്നെ എഞ്ചിനെ കൂൾ ചെയ്തിട്ട് ഒരു പോയിന്റിൽ എക്സിറ്റ് ഉണ്ടാവും. ആ എക്സിറ്റും ഈ അപ്പർ ടാങ്കുമായിട്ട് ഒരു ഹോസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദ വാട്ടർ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ എഞ്ചിൻ ജാക്കറ്റ് ഫ്ലോ ടു ദി അപ്പർ ടാങ്ക് ഓഫ് ദി റേഡിയേറ്റർ. In the radiator, water flows through a large number of vertical tubes which are exposed to air. Consequently, water reaching the bottom part of the radiator is cooled by heat transfer to the surrounding air. അപ്പർ ടാങ്കിൽ എത്തുന്നത് ഹോട്ട് വാട്ടർ ആണ്. കാരണം എഞ്ചിൻ അത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന ഹോട്ട് വാട്ടർ. അത് ആ റേഡിയേറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലാർജ് നമ്പർ ഓഫ് വെർട്ടിക്കൽ ട്യൂബ്സിലൂടെയാണ് പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് എയർ ഉണ്ടാവും. അത് പാസ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ എന്ത് ചെയ്യും, സറൗണ്ടിങ് എയറിലോട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഈ ലോവർ ടാങ്കിലെത്തുന്ന സമയത്ത് അതിന് ലോ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടു ഇൻക്രീസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ റേഡിയേറ്റർ ട്യൂബ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഫിൻസ്. അഗൈൻ ഇവിടുന്ന് വാട്ടറിന് സറൗണ്ടിങ് എയറിലോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക, ഫിൻസ് കൊടുത്തിട്ടുണ്ടാവും. In most cases, a fan is installed between radiator and engine block to establish forced circulation of air over the radiator tubes, which increases the heat transfer rate. ഇവിടെ നമുക്കൊരു ഫാൻ കാണാൻ വേണ്ടി പറ്റും. ആരാ, ഇൻ ബിറ്റ്വീൻ എഞ്ചിൻ ആൻഡ് റേഡിയേറ്റർ. അതെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്, ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റേഡിയേറ്റർ ട്യൂബ്സിൻ്റെ മുകളിൽ കൂടെ ഒരു എയർ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ എയർ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, ഈ ട്യൂബിൽ നിന്ന് ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ വാട്ടറിന് സറൗണ്ടിങ് എയറിലോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും. സറൗണ്ടിങ് എയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. ഈ അപ്പർ ടാങ്കിൽ നിന്ന് ലോവർ ടാങ്കിലോട്ട് പോകുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദ കോൾഡ് വാട്ടർ ഫ്രം ദ ലോവർ ടാങ്ക് എൻറ്റേഴ്സ് ദി വാട്ടർ ജാക്കറ്റ് ഇൻലെറ്റ് ത്രൂ എ ഹോസ് ഫോർ കൂളിംഗ് ദി എഞ്ചിൻ കമ്പോണൻസ്. ഇവിടുന്ന് ലോവർ ടാങ്കിൽ കോൾഡ് വാട്ടർ ഇട്ട് അത് അഗെയിൻ ഒരു ഹോസ് വഴി എന്ത് ചെയ്യും, വാട്ടർ ജാക്കറ്റ് ഇൻലെറ്റിൽ എൻ്റർ ചെയ്യും. പിന്നെ അഗെയിൻ എഞ്ചിനെ സർക്കുലേറ്റ് ചെയ്യും. കാരണം എന്തിനാണ്, എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വാട്ടറിൻ്റെ സർക്കുലേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിക്കലൊരു പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നാച്ചുറലി എന്താണ്, ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന സമയത്ത് ഡെൻസിറ്റി വേരിയേഷൻ വരും. അതുവഴി വാട്ടറിൻ്റെ മോഷൻ, വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ഓഫ് ഐസി എഞ്ചിൻ. Lubrication is the process of admitting a lubricant between two surfaces that are in contact and in relative motion. The purpose of lubrication are to reduce friction and wear between moving parts. Lubrication എന്ന് വെച്ചാൽ പ്രോസസ്സ് എന്താണ്, ഒരു ലൂബ്രിക്കൻ്റ്. ഓക്കെ, ലൂബ്രിക്കൻ്റ് റിലേറ്റീവ് മോഷനുള്ള സർഫസ് ഉണ്ടാവും. ഓക്കെ, രണ്ട് സർഫസ് ഇൻ കോണ്ടാക്ട് ഉണ്ടാവും, അത് റിലേറ്റീവ് മോഷനും ഉണ്ട്. വൺ ഈസ് മൂവിങ് റിലേറ്റീവ് ടു അനദർ. ഓക്കെ, എന്താ അവിടെ നിന്നുണ്ടാവും, ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. ആ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അപ്ലൈ ചെയ്യും. ഇപ്പം എഞ്ചിൻ്റെ കേസിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ജസ്റ്റ് ഫ്രിക്ഷൻ കുറക്കൽ മാത്രമല്ല, അതിൽ കൂടുതൽ അഡീഷണൽ ഫങ്ഷൻസ് ഉണ്ട്. ബേസിക് ഫങ്ഷൻ എന്താണ്, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ആൻഡ് വെയർ ബിറ്റ്വീൻ മൂവിങ് പാർട്സ്. ഇൻ കേസ് രണ്ട് സർഫസ് റിലേറ്റീവ് മോഷനാണ്, അവിടെ എന്തുണ്ടാവും, അവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ കമ്പോണൻറ്റ് വെയർ ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അത് കുറക്കണം, എന്ത് വേണം, അവിടെ ഫ്രിക്ഷൻ കുറക്കണം, അതിന് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൊടുക്കേണ്ടി വരും. സെക്കൻഡ് പർപ്പസ് എന്താണ്, ദ കൂൾ ദ സർഫസ് ബൈ ക്യാരിയിങ് അവേ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ എഞ്ചിൻ കമ്പോണൻസ്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ഹീറ്റ് ക്യാരി ചെയ്യുകയും കൂടെ ചെയ്യും. ആ സമയത്ത് എഞ്ചിൻ കമ്പോണൻസ് നമുക്ക് കൂൾ ചെയ്യാം. അതേപോലെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സർഫസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് എന്നാൽ കാർബൺ ഡെപ്പോസിറ്റ് അല്ല മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ക്യാരി ചെയ്യും. പിന്നെ ടു സീൽ ദ സ്പേസ് ബിറ്റ്വീൻ പിസ്റ്റൺ റിംഗ് ആൻഡ് സിലിണ്ടർ ലൈനർ. അതായത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ വേറൊരു ഫംഗ്ഷൻ,
സിലിണ്ടർ ലൈനറും പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഫിലിം ഫോം ചെയ്യൽ. ആ ഒരു എന്താ പെർഫെക്റ്റ് സീലിംഗ് കിട്ടും. നമ്മളെ ബേൺഡ് പ്രൊഡക്റ്റൊക്കെ ക്രാങ്ക് കേസിലോട്ട് മൂവ് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. The different methods of lubricating the engine parts are mist lubrication, splash lubrication, then pressure lubrication system. 3 ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിസ്റ്റ് ലൂബ്രിക്കേഷൻ ആൻഡ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ. ഇത് രണ്ടുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. BME ബേസിക് കോഴ്സ് ആയതുകൊണ്ട് ആ 2 ലൂബ്രിക്കേഷൻ സിസ്റ്റം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ, മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. Mist lubrication system is usually employed in small 2-stroke petrol engines where crankcase lubrication is not suitable. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ചെറിയ 2-stroke പെട്രോൾ എഞ്ചിൻസിലാണ് മിസ്റ്റ് ലൂബ്രിക്കേഷൻ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ക്രാങ്ക് ലൂബ്രിക്കേഷൻ കുറച്ച് അൺസ്യൂട്ടബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ 2-stroke എഞ്ചിൻ്റെ വർക്കിംഗ് ഓൾറെഡി അറിയാം. അവിടെ ആ ഫ്രഷ് ചാർജ് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുന്നത് എവിടത്തേക്കാണ്? ക്രാങ്ക് കേസിലോട്ടാണ്. പിന്നെ ക്രാങ്ക് കേസിൽ നിന്നാണ് ട്രാൻസ്ഫർ പോർട്ട് വഴി എഞ്ചിൻ സിലിണ്ടറിനകത്തോട്ട് വരുന്നത്. 2-stroke എഞ്ചിൻ്റെ വർക്കിംഗ് അറിയാം. അതുകൊണ്ട് തന്നെ ക്രാങ്ക് കേസിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 2-stroke എഞ്ചിൻസിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? മിസ്റ്റ് ലൂബ്രിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിസ്റ്റ് ലൂബ്രിക്കേഷൻ എന്താ ചെയ്യുന്നത്? ഇൻ സച്ച് എഞ്ചിൻസ് ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് മിക്സഡ് വിത്ത് ഫ്യൂവൽ, ദ റേഷ്യോ ബീങ് 3 to 6%. ഇവിടെ ഡയറക്റ്റ് ഫ്യൂവലിൽ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇപ്പം പെട്രോളിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. 3 to 6% ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡയറക്റ്റായിട്ട് പെട്രോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യും? ദ ഓയിൽ ആൻഡ് ഫ്യൂവൽ മിക്സ്ചർ ആർ ഇൻഡക്റ്റഡ് ത്രൂ ദി കാർബറേറ്റർ. The fuel is vaporized and oil in the form of mist goes through crankcase into the സിലിണ്ടർ. ഓക്കെ. കാർബറേറ്ററിലോട്ട് എന്ത് വരും? ഇപ്പം ഫ്യൂവലും ലൂബ്രിക്കേറ്റിംഗ് ഓയിലും മിക്സ് ചെയ്തിട്ടല്ലേ, അത് രണ്ടും കാർബറേറ്ററിലോട്ട് എൻ്റർ ചെയ്യും. അവിടെ ഫ്യൂവൽ പെട്രോളിനെ വേപ്പറൈസ് ചെയ്യും. അതേപോലെ ഈ ഓയിൽ എന്ന് പറയുന്നത് മിസ്റ്റ് ഫോമിൽ നേരെ ക്രാങ്ക് കേസ് വഴി ട്രാൻസ്ഫർ പോർട്ട് വഴി നേരെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എത്തിയിട്ട് അവിടെ ലൂബ്രിക്കേറ്റ് ചെയ്യും. The oil which strikes the crankcase wall lubricate the main and connecting rod bearing and the rest of the oil lubricate piston ring and the cylinder. ക്രാങ്കേസിലെത്തുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ എന്ത് ചെയ്യും? അവിടെയില്ല ബിയറിങ്, അതേപോലെ കണക്റ്റിംഗ് റോഡ് ബിയറിങ്ങിനെയൊക്കെ അവിടെ നിന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യും. അതേപോലെ സിലിണ്ടറിൽ എത്തുന്നത് അവിടെയും ലൂബ്രിക്കേറ്റ് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: സിമ്പിൾ, ലോ കോസ്റ്റ്, ഡസ് നോട്ട് റിക്വയർ ഓയിൽ പമ്പ്, ഫിൽറ്റർ എക്സെട്ര. ഡിസഡ്വാൻറ്റേജസ്: സം ഓയിൽ മേ ബേൺ കോസിങ് ഹെവി എക്സോസ്റ്റ് സ്മോക്ക്. ഇപ്പോൾ ഫ്യൂവലിൻ്റെ അപ്പുറം എഞ്ചിനിലെത്തുന്ന ഓയിൽ അത് ബേൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓയിൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഹെവി സ്മോക്ക് ജനറേറ്റ് ചെയ്യും. അതേപോലെ ഓയിൽ ബിയറിംഗ് സർഫസിനെ കൊറോഡ് ചെയ്യുക. നോ കൺട്രോൾ ഓവർ സപ്ലൈ ഓഫ് ഓയിൽ. ഓയിൽ സപ്ലൈയിലൂടെ കൺട്രോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡയറക്റ്റ് ഫ്യൂവൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദ എഞ്ചിൻ സഫർ ലാക്ക് ഓഫ് ലൂബ്രിക്കേഷൻ വെൻ ഫ്യൂവൽ സപ്ലൈ ഈസ് ലെസ്. ഫ്യൂവൽ സപ്ലൈ കുറവാകുന്ന സമയത്ത് എഞ്ചിനിൽ ലൂബ്രിക്കേഷൻ എന്താണ്? കുറവായിരിക്കും. കാരണം ഫ്യൂവലിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ദിസ് ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ ലൈറ്റ് ഡ്യൂട്ടി എഞ്ചിൻസ്. സ്മോൾ എഞ്ചിൻസിലെല്ലാം ലൈറ്റ് ഡ്യൂട്ടി എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് ചാർജ്ഡ് ഇൻ ടു ബോട്ടം ഓഫ് ദ എഞ്ചിൻ ക്രാങ്ക് കേസ് ആൻഡ് മെയിൻറ്റെയിൻഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ക്രാങ്ക് കേസിൽ എന്തുണ്ട്? ലൂബ്രിക്കേറ്റിംഗ് ഓയിലോടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എ സ്പ്ലാഷർ ഓർ ഡിപ്പർ ഈസ് പ്രൊവൈഡഡ് അണ്ടർ ദ കണക്റ്റിംഗ് റോഡ് ക്യാപ്പ് വിച്ച് ഡിപ്സ് ഇൻ ടു ദ ഓയിൽ ഇൻ ദ ക്രാങ്ക് കേസ് അറ്റ് എവറി റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ദ ഓയിൽ ഈസ് സ്പ്ലാഷ്ഡ് ഓൾ ഓവർ ദ ഇൻറ്റീരിയർ ഓഫ് ദ ക്രാങ്ക് കേസ് ഇൻ ടു ദ പിസ്റ്റൺ ആൻഡ് ഓൺ ടു ദി എക്സ്പോസ്ഡ് പോർഷൻ ഓഫ് ദ സിലിണ്ടർ വാൾ. ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഡിപ്പർ ഉണ്ട്. കണക്റ്റിംഗ് റോഡ് ക്യാപ്പിൻ്റെ താഴെ ഒരു ഡിപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും ആ ഡിപ്പർ എന്ത് ചെയ്യും? ഈ ഓയിലിലോട്ട് ഇമ്മേഴ്സ് ചെയ്തിട്ട് അത് ഓയിലിനെ സ്പ്ലാഷ് ചെയ്യും. ഓക്കെ. അങ്ങനെയാണ് ഇവിടെ ലൂബ്രിക്കേഷൻ നടക്കുന്നത്. എ ഹോൾ ഈസ് ഡ്രിൽഡ് ത്രൂ ദ കണക്റ്റിംഗ് റോഡ് ക്യാപ്പ് ത്രൂ വിച്ച് ദ ഓയിൽ പാസസ് ടു ബിയറിംഗ് സർഫസ്. ഇപ്പം ബിയറിംഗ്, മെയിൻ ബിയറിംഗ് ഒക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇല്ല ഓയിൽ എങ്ങനെ പാസ് ചെയ്യുന്നത്? കണക്റ്റിംഗ് റോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. അതുവഴിയാണ് മെയിൻ ബിയറിങ്ങിലൊക്കെ ലൂബ്രിക്കേഷനിലെ ഓയിൽ പോകുന്നത്. ഇതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ജസ്റ്റ് ആ ഡിപ്പർ വെച്ചിട്ട് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുകയാണ്.